കവി രാജേഷ് നന്ദിയങ്കോട് നടത്തുന്ന വിത്തുയാത്ര 10ാം വർഷത്തിലെത്തി. ഇക്കുറി വിത്തുയാത്ര ഇളം തലമുറയ്ക്ക് കൂടി പങ്കാളിത്തം നൽകി നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കവി രാജേഷ് നന്ദിയങ്കോട് കൂറ്റനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ സ്കൂൾ, കോളേജ് അങ്കണത്തിൽ ഒരു കരിമ്പനയെങ്കിലും നട്ടുവളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയമുറ്റത്തൊരു കരിമ്പന എന്ന പദ്ധതിയാണ് ഇത്തവണ നടപ്പാക്കുന്നത്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് രാവിലെ 10 മണിക്ക് പടിഞ്ഞാറങ്ങാടി ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. മറ്റു മരങ്ങളെ പോലെയല്ല കരിമ്പന. 10 വിത്ത് പാകിയാൽ ഒന്നേ മുളക്കൂ. മുളച്ചാൽ ശൈശവദശ പിന്നിടാൻ 10 വർഷമെങ്കിലും എടുക്കും. കായ്ഫലം കിട്ടാൻ പിന്നെയും 10-15 വർഷമെടുക്കും. ദൈർഘ്യം കൂടിയ ജീവിതചക്രമാണ് കരിമ്പനയ്ക്ക്. 300 വർഷമാണ് ആയുസ്. ഇന്നു പാകുന്ന വിത്തുകൾ മുളച്ചാൽ അത് 4 തലമുറയ്ക്ക് കൂടി ഉള്ളതാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും രാജേഷ് പറഞ്ഞു. രാജേഷ് നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എ.കെ. ഷാനിബ്, രവി കുന്നത്ത്, ഷാജിഷ എന്നിവരും അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, തൃത്താല ന്യൂസ്. തുടങ്ങുന്ന ഒരു സമയത്തൊന്നും ഇത് ഇത്രകാലം നീണ്ടു നിൽക്കുന്നു, അങ്ങനെ ഇതിനൊരു തുടർച്ച ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് തുടങ്ങുന്ന കാലത്ത് ഈ ഫലവൃക്ഷങ്ങള്, തണൽമരങ്ങൾ, ഇതിന്റെ വിത്തുകളൊക്കെ വേനൽക്കാലത്ത് ശേഖരിച്ചിട്ട് ചാക്കിലാക്കി വെക്കുക, വിത്തുകൾ ഉണക്കി വെക്കുക. എന്നിട്ട് അത് ആ വിത്തുകളായിട്ടാണ് നമ്മൾ വിത്തുയാത്ര എൻ്റെ ബൈക്കില് ഓരോ ദിവസങ്ങളിലും ആരാണ് നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ വെച്ചാൽ അവരെ കൂട്ടിയിട്ട് ഈ പൊതു ഇടങ്ങളിലും അതുപോലെ വഴിയരികിലൊക്കെ വിത്ത് പാകുക. ഒപ്പം എൻ്റെ പരിസ്ഥിതി കവിതകൾ അതും നമ്മൾ കോപ്പി എടുത്തിട്ട് അവിടെ കൂടുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രവർത്തനമാണ് വിത്തുയാത്രയുടെ തുടക്കകാലത്തുണ്ടായിരുന്നത്. പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് മനസ്സിലാവുന്നു, അത് ഈ പറഞ്ഞ പോലെ മറ്റ് പരിസ്ഥിതി പ്രവർത്തകർ ചെയ്യുന്ന പോലെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കുറെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു, അതിനെ തുടർച്ച അത് നിരന്തരം അതിനെ സംരക്ഷിക്കുന്നു. അങ്ങനെ അല്ലാതെ ഒരു പാരിസ്ഥിതിക ബോധം ആൾക്കാർക്ക്, നിങ്ങൾക്കും ഈ വിത്തുകളുമായിട്ട് വിത്തുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെയും ആ വിത്ത് പാകാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആദ്യം നമ്മൾ തുടക്കകാലത്ത് എൻ്റെ ഒരു അതിന് വിത്തുയാത്രയുടെ ആശയം ഉണ്ടായിരുന്നു. പിന്നീട് 2-3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു പാലക്കാടിന്റെ ഒരു മുഖമായിട്ടുള്ള കരിമ്പനകൾ കൂടിയ തോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കരിമ്പനകളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നൽ വന്നപ്പോഴാണ് ഒരു വിത്തുയാത്ര തുടങ്ങി 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കരിമ്പന വിത്തുകൾ നമുക്ക് ശേഖരിച്ചുകൊണ്ട് വിത്തുയാത്രയിൽ ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ കരിമ്പനെ ഒരിക്കലും നമുക്ക് വഴിയരികിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ അങ്ങനെ പാകാനും പറ്റില്ല. അപ്പോൾ അതിനെ പറ്റിയ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ പാടവരമ്പോ അല്ലെങ്കിൽ പാടത്തുള്ള തോട്ടുവരമ്പോ ആണ്. അത് പാടവരമ്പാവുമ്പോൾ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവും, തോട്ടുവരമ്പാവുമ്പോൾ അതൊരു പൊതു സ്വത്താണ്. അപ്പൊ വലിയ തോടുകളുടെ 2 ഭാഗത്തെയും വരമ്പുകളിലാണ് പിന്നെ വിത്തുയാത്രയുടെ ഭാഗമായിട്ട് കരിമ്പന വിത്തുകൾ പാകാൻ തുടങ്ങി. വിത്തുയാത്രയുമായി ബന്ധപ്പെട്ടുള്ള രാജേഷ് എങ്ങനെയായിരിക്കും ഈ കരിമ്പനകൾ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രകൃതിയിൽ വെച്ച് പിടിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് രാജേഷ് അത് ചെയ്തില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. കാരണം ഈ രാജേഷ് ഇരിക്കുന്ന നന്ദിയങ്കോട് എന്ന് പറയുന്ന ഈ ദേശത്ത്, നാഗർശ്ശേരി പഞ്ചായത്തിലെ നന്ദിയങ്കോട് എന്ന് പറയുന്ന ദേശത്ത് ഇപ്പൊ രാജേഷ് താമസിക്കുന്നത് രാജേഷിന്റെ തറവാട്ടിലാണ്. എൻ്റെ ചെറുപ്രായത്തിൽ രാജേഷ് എന്നെ അപേക്ഷിച്ച് കുറെ ചെറുപ്പമാണ്. അതിന് ഞങ്ങളുടെ കൂറ്റനാടുള്ള ഞങ്ങൾ പറയുന്നത് കരിമ്പനത്തോട്ടം എന്നാണ് പറയാം. 100 കണക്കിന് കരിമ്പനകൾ അവിടെ ഇങ്ങനെ പടർന്ന് പന്തരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് ധാരാളം തൊഴിലാളികൾ നടന്നു. കള്ള് ചെത്താൻ വരുന്ന തൊഴിലാളികൾ, ചെത്ത് തൊഴിലാളികൾ, പഴകിയ കള്ള് കൊണ്ടുപോകാന് വന്നിരുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അന്നത്തെ ആലോചിച്ചിട്ടുണ്ട്, എന്തിനപ്പോ ഈ പഴകിയ കള്ള് ഇവർ കൊണ്ടുപോകണമെന്ന്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇവരിതിൽ നിന്ന് പനഞ്ചക്കര എന്ന് പറഞ്ഞ സാധനം ഈ കള്ളിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നീട് മനസ്സിലായത്. അതുപോലെ തന്നെ ഇതിന്റെ കായകള് ഈ കരിമ്പനത്തേങ്ങ പെറുക്കി കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളെ വരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂറ്റനാട് എന്ന എൻ്റെ ചെറുപ്രായത്തിൽ ഇവിടെ ഈ കൂറ്റനാട് ടൗണിൽ ഒരു പഴയ ചന്ത ഉണ്ടായിരുന്നു, വളരെ പണ്ട്. അപ്പൊ അതിൽ ഈ പനങ്കൂമ്പ് വിൽപ്പനയ്ക്ക് വെച്ചതൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചന്തയൊന്നും ഇല്ലാണ്ടേ അവിടെയാണ് ഇപ്പൊ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത്. പനഞ്ചക്കര, അതുപോലെ പനങ്കൂമ്പ്
ഈ സാധനങ്ങളൊക്കെ. അപ്പൊ ഇത് രാജേഷ് രാവിലെ എണീറ്റ് നോക്കിയാൽ കാണുന്നത് ഈ കരിമ്പനത്തോട്ടാണ്. പിന്നീട് അവിടെയൊക്കെ നിറയെ വീടുകൾ വന്നു. ഇന്ന് അവിടെ പേരിന് പോലും ഒരു കരിമ്പനെ കാണാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ കണ്ടു വളർന്ന രാജേഷ് തന്നെ നമ്മുടെ തൊട്ടടുത്ത് ചാലിശ്ശേരി പഞ്ചായത്തിൽ കൂറ്റനാട് പള്ളിയുടെ വലിയ പള്ളിയുടെ ബാക്കിലായിട്ട് വശത്തായിട്ട് ഒരു വലിയ കരിമ്പന തോട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു വളർന്ന രാജേഷിന് ഈ കരിമ്പനകൾ, പാലക്കാട് ജില്ല എന്ന് പറഞ്ഞ കരിമ്പനകളുടെ നാടാണല്ലോ, ഇതൊക്കെ ഇല്ലാണ്ടായി നമ്മുടെ സമൂഹത്തിൽ. ഞങ്ങളുടെയൊക്കെ വീട്ടുവളപ്പിലൊക്കെ ഇത് നിന്നിരുന്നു. ഇന്ന് കരിമ്പനകൾ നമ്മൾ വീടുകളൊക്കെ വെക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ വെട്ടിമാറ്റി. അപ്പൊ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴുത്തിലൊക്കെ നിറയെ കരിമ്പനകളുടെ പാത്തികൾ, വലിയ നാൽക്കാലികളൊക്കെ ഉള്ള തൊഴുത്തുകളിൽ കരിമ്പനകളുടെ പാത്തി. എൻ്റെ വീട് ഓടിട്ട വീടാണ്. ഇപ്പോഴും അതിന്റെ മീതെ കരിമ്പനയുടെ വലിയ കഴുക്കോലൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കേടും കൂടാതെ ഈ പറഞ്ഞതുപോലെ 100-300 വർഷത്തെ പഴക്കമുള്ള ഒരു മരമാണ് കരിമ്പന. അപ്പൊ അതിന് ചെതല് പിടിക്കാണ്ട് അത് ആ വീടിനെ സംരക്ഷിക്കുന്നത് ഈ കരിമ്പനയുടെ മരം തന്നെ ആയിരിക്കും. 10 വർഷക്കാലമായി യാതൊരു ബഹളങ്ങളോ വലിയ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ വളരെ മൗനമായി ആ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരാണോ കൂടെയുള്ളത് അവരെല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി രാജേഷ് നന്ദിയങ്കോടിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാതരം വിത്തുകളും പാകിക്കൊണ്ട് ഒരു യാത്രയായിരുന്നു. അത് സൈക്കിളുകൾ, സ്കൂട്ടറുകൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ കയറിയിട്ടാണെങ്കിൽ അങ്ങനെ ബസ്സിൽ പോകുന്ന വഴികളിലൊക്കെ വിത്തിട്ടിട്ടാണ് രാജേഷ് നന്ദിയങ്കോട് പോയിട്ടുള്ളത്. അടയാളപ്പെടുത്തിക്കൊണ്ടാണ് രാജേഷ് നന്ദിയങ്കോട് കഴിഞ്ഞ 10 വർഷമാകുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോ ഈ കേരള പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ കവി, ഒരു കാവ്യഭംഗിയോടെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം വിത്തുപാകുന്ന പക്ഷി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം 10 വർഷക്കാലം വിത്ത് പാകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം ഈ വലിയൊരു യാത്ര തന്നെയാണ്. ഇപ്പോ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പെരുമോടത്തെ ചൈൽഡ് ക്ലബിന്റെ കുട്ടികളടക്കം പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥി നടത്തുകയുണ്ടായിരുന്നു. അവരിപ്പോഴും ആ വഴി പോകുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, ഇത് എന്നാണ് വലുതാവുക എന്നുള്ളത്. ഒരു 25 വർഷം കഴിഞ്ഞാൽ അത് വലിയൊരു പടുവൃക്ഷമായി നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായിട്ട് അല്ലെങ്കിൽ 10 വർഷത്തോളം കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിനോട് ഒപ്പം പൊതുസമൂഹവും സുഹൃത്തുക്കളും കലാകാരന്മാരും നിലനിൽക്കുക, അതിനോട് ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വവും കടമയും.